നമുക്ക് ഈ കാര്യത്തിൽ ആർക്കും ഒരു സംശയമാണ്. ഈ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ തന്നെ അനാവശ്യമായുള്ള വിവാദമാണ്. മെസ്സിയെപ്പോലുള്ള ലെജൻഡുകൾ കേരളത്തിൽ വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം വരും, അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടെ വരും. അതിനാവശ്യമായി കളിക്കാനുള്ള സ്ഥലവും നമുക്കുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ധാരാളം സൗകര്യങ്ങളുണ്ട്. ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയമുണ്ട്. 80,000 ആളുകളെ ഇരുത്താൻ പറ്റിയ സ്റ്റേഡിയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ ചർച്ചകളുടെ ആവശ്യമില്ല. അത് സമയം പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബറിൽ, കൃത്യമായി ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ദിവസം അവരെത്തും. KCA ഇവിടെ നോക്കൂ, അത് ഗവൺമെൻറ് സ്റ്റേഡിയം, സർക്കാർ സ്റ്റേഡിയം. ശരി, ഇപ്പോൾ ബോംബെ വെങ്കട സ്റ്റേഡിയം ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന അവിടെയാണ് 2 അന്താരാഷ്ട്ര ഫുട്ബോൾ മാച്ചുകൾ നടന്നത്. അത് കഴിഞ്ഞു, അത് വീണ്ടും ക്രിക്കറ്റ് സ്റ്റേഡിയമാക്കി മാറ്റി. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും അതൊക്കെ തരാം, ഒരാഴ്ച കഴിയട്ടെ. ഈ കാര്യത്തിൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് ആവശ്യമില്ല. ഇത് സ്പോർട്സാണ്, സ്പിരിറ്റാണ്. ജില്ലയിലേക്ക് സ്വാഗതം. താങ്ക് യു. മെസ്സി വരുമെന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതാണ് സ്റ്റേഡിയത്തിലാണ് മത്സരം സംഘടിപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനമൊക്കെ വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അനാവശ്യ വിവാദങ്ങൾക്ക് യാതൊരു കഴമ്പുമില്ല എന്നുകൂടി മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. സനോജ്, അതായത് ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ലഹരി വിരുദ്ധ യാത്ര, സന്ദേശയാത്ര, അതിപ്പോൾ കോട്ടയത്ത് എത്തി നിൽക്കുകയാണ്. മന്ത്രി അബ്ദുറഹ്മാനുണ്ട്. അദ്ദേഹത്തെ സ്വീകരിച്ചത് മന്ത്രി VN വാസവനാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഇപ്പോൾ കോട്ടയത്ത് എത്തി നിൽക്കുന്നു. ഈ മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ മുക്കിലും മൂലയിലും, ജില്ലയിലെ ഓരോ മുക്കിലും മൂലയിലും എത്തുക എന്നത് തന്നെയാണ് ഈ സന്ദേശയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. മാത്രമല്ല 4 മാസം കൊണ്ട് തന്നെ കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കും എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അത്രമാത്രം മാതൃകാപരമായ ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സനോജ്, തീർച്ചയായിട്ടും ഭദ്ര, ലഹരിയാണ്, സ്പോർട്സാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദേശയാത്ര കാസർഗോഡ് നിന്നും തുടക്കം കുറിച്ചത്. ഇന്ന് കോട്ടയം ജില്ലയിൽ ഈ യാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ യാത്രയ്ക്ക് ഊഷ്മളമായ സ്വീകരണമാണ് കോട്ടയത്ത് ലഭിച്ചത്. മന്ത്രി VN വാസവൻ ഈ യാത്രയെ സ്വീകരിച്ചു. ഇപ്പോൾ മന്ത്രി വാസവൻ ഇപ്പോൾ നമുക്കിപ്പോൾ ഉണ്ട്. മിനിസ്റ്ററെ, ഈ യാത്ര നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ലഹരി നമ്മുടെ നാടിനെ കാർന്നു നിന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്താണ്. ആ സാമൂഹ്യ വിപത്തിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഉണർന്നേറ്റ്, നാടാകെ ഉണർന്നെഴുന്നേറ്റ് അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തണമെന്നുള്ള സന്ദേശമാണ് ഈ വലിയ ക്യാമ്പയിനിലൂടെ കായിക വകുപ്പ് ലക്ഷ്യമിടുന്നത്. അത് വലിയ വിജയകരമാണ്, വളരെ ആവേശകരമാണ്. ഇതുവരെ ആബാലവൃദ്ധം ജനങ്ങൾ ഈ ക്യാമ്പയിനിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരം. മിനിസ്റ്ററെ, വന്ന വഴികളിലൊക്കെ ജാഥയ്ക്ക് മികച്ച സ്വീകരണമാണോ ലഭിച്ചത്? വലിയ തോതിലുള്ള സ്വീകരണമാണ്. 5-ാം തീയതി കാസർഗോഡ് ആരംഭിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സന്ദേശയാത്രയിൽ പങ്കെടുത്തത്. ധാരാളം ഗ്രാമങ്ങൾ സഞ്ചരിക്കാൻ കഴിഞ്ഞു. ധാരാളം വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ കാണാനും അവരോട് സംവദിക്കാനും കഴിഞ്ഞു. പ്രൊഫഷണൽ കോളേജുകളിൽ നമുക്ക് ധാരാളം സമയം ലഭിച്ചു. അവരോടുമായി ആശയവിനിമയം നടത്താനും അവരുടെ അവർ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാനും, അതെല്ലാം തന്നെ അവർ തരുന്ന അഭിപ്രായങ്ങൾ അത് കൃത്യമായി തന്നെ കേട്ട് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാനും നമുക്ക് കഴിയും. ഇതോടുകൂടി തന്നെ യാത്ര നടക്കുമ്പോഴാണ് ചില അനാവശ്യ വിവാദങ്ങൾ കൂടി ഉണ്ടാകുന്നത്. മെസ്സിയുടെ കാര്യത്തിൽ, ഈ മെസ്സി വരുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ മെസ്സിയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള വിവാദത്തിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ കാരണം മെസ്സി അർജൻറ്റീനൻ ടീം നേരിട്ട് തന്നെ കേരളത്തിലെത്തും. അതിൻ്റെ ടീം മാനേജ്മെൻറ്റ് എത്തുകയും അവർ സംയുക്ത പ്രസ്താവനയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അറിയിക്കും. അങ്ങനെയാണ് അവരുമായുള്ള കരാർ. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായി, കാരണം കരാർ ലംഘിച്ചുകൊണ്ട് ഒരു വാർത്ത പറയാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ഈ കരാർ ലംഘനത്തിലേക്ക് പോകുന്ന വാർത്തകൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. നമ്മൾ ആ കാര്യങ്ങൾ പറയാതിരിക്കുമ്പോഴാണ് അത് വാർത്തകളാക്കി മാറ്റുന്നത്. അപ്പോൾ അതിലൊന്നും അർത്ഥമില്ല. നിശ്ചയിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അർജൻറ്റീന കേരളത്തിലെത്തും.
നമ്മൾ ഏത് ഗ്രൗണ്ടിലായിരിക്കും മത്സരം സംഘടിപ്പിക്കാൻ പരിഗണന നൽകുക? അപ്പോൾ 2 ഗ്രൗണ്ടുകളാണുള്ളത്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയം എന്നുള്ളതിൽ തിരുവനന്തപുരം നമുക്ക് സജസ്റ്റ് ചെയ്യാം. അവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. താൽക്കാലികമായി അതിനെ നമുക്ക് ഫുട്ബോൾ സ്റ്റേഡിയമാക്കി മാറ്റാനും നമ്മുടെ കളി കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്താൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. മലബാറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫുട്ബോളിൻ്റെ ഒരു വലിയ ആവേശമുള്ള നാടാണ്. അപ്പോൾ അവിടെ തിരുവനന്തപുരത്തേക്ക് മത്സരം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും അതിനുള്ള മലബാറിലേക്ക് മെസ്സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അവിടെയും എത്തും. മലബാറിലും തിരുവിതാംകൂറിലും 2 സ്ഥലങ്ങളിലും മെസ്സി എത്തും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെസ്സി കേരളത്തിൽ വരും, ഒപ്പം തന്നെ മലബാറിലും തിരുവനന്തപുരത്തും മെസ്സി എത്തും. തിരുവനന്തപുരത്തായിരിക്കും മത്സരം സംഘടിപ്പിക്കുക എന്നുകൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഭദ്ര. ശരി, തീർച്ചയായും സനോജ്, എന്തായാലും കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ മന്ത്രി അബ്ദുറഹ്മാൻ പങ്കുവച്ചിട്ടുള്ളത്. മെസ്സി എത്തും, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അർജന്റീന ടീം എന്തായാലും കേരളത്തിൽ എത്തും. ഒരു പക്ഷേ അത് തിരുവനന്തപുരത്തായിരിക്കും അവരുടെ മത്സരം നടക്കുക എന്നൊരു സൂചന കൂടി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഒപ്പം തന്നെ മലബാറുകാരും തന്നെ വിഷമിക്കേണ്ട സാഹചര്യമില്ല, അവിടെയും മെസ്സി എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഉറപ്പുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.